പല ആളുകളും ചോദിക്കുന്ന മറ്റൊരു കാര്യം തന്നെയാണ്, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയങ്ങളിൽ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നതാണോ ഫേസ്ബുക്ക് അഡ്വർടൈസിങ് ചെയ്യുന്നതാണോ ഏറ്റവും എഫക്റ്റീവ് എന്നുള്ളത്. രണ്ട് കേസിലും നമുക്ക് എഫക്റ്റീവ് ഉണ്ട്, ഗൂഗിൾ ആഡ്സ് കാര്യങ്ങളും അതായത് ഫേസ്ബുക്ക് ആഡ്സും. നിങ്ങൾ എന്ത് പർപ്പസ് ആണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. അപ്പം നമുക്ക് സ്കിപ്പ് ആഡ്, യൂട്യൂബിൽ സ്കിപ്പ് ആഡും കാര്യങ്ങളും ഗൂഗിൾ ആഡ്സ് ആണ്. നിങ്ങളൊരു വെബ്സൈറ്റിലേക്ക് സൈഡിലായിട്ട് കാണുന്ന അഡ്വർടൈസിങ്ങും ഗൂഗിൾ ആഡ്സ് ആണ്. അത് പല ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന ഗെയിമിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് അഡ്വർടൈസിങ് കാണാറില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു കേക്കിൻ്റെ സെർച്ച് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ഏത് പോസ്റ്റ് പോയാലും നിങ്ങൾക്ക് കാണുന്നതൊക്കെ ഈ ഗൂഗിൾ ആഡ്സിൻ്റെ ഒരു പവർ കൊണ്ട് തന്നെയാണ്. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഈ ഗൂഗിൾ ആഡ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം തന്നെയാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം. ഈ രണ്ട് അഡ്വർടൈസിങ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ ഓഡിയൻസ് ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. നിങ്ങളെ ഓഡിയൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് അഡ്വർടൈസിംഗ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഈ ഫേസ്ബുക്ക് അഡ്വർടൈസിങ് ഒരു ഗുണങ്ങളുണ്ട്. ഒന്നാമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഈ സംഭവം. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് ഒരു ചില സമയങ്ങളിൽ ഒരു ലീഡ് കിട്ടാൻ 200 മുതലിൻ്റെ മേലോട്ടൊക്കെയാണ് പല സിറ്റുവേഷനിലും പോകാറുള്ളത്. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. അതേ സമയത്ത് നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നുള്ളത് വളരെ കുറച്ചുകൂടിയും ഒരു അഫോർഡബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടിയും എന്നാൽ ക്ലോസിംഗ് റേറ്റും കൂടുതൽ തന്നെ ഉണ്ട്. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും നിങ്ങൾ ഓഡിയൻസ് ഏത് പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്, ആ പ്ലാറ്റ്ഫോമിൽ ഏതൊക്കെ കാര്യങ്ങളാണോ സെർച്ച് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അഡ്വർടൈസിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി.